കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്ത് 3 മന്ത്രിമാരാണ് ഇത്തവണ ജനവിധി തേടുന്നത്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. മാത്രമല്ല, ഏറെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്ന കൊല്ലം ജില്ലയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റു നോക്കുന്നുമുണ്ട്. സുധീഷ് കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. സുധീഷ്, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടി ഈ കൊല്ലം ജില്ലയിൽ ഉണ്ടായി. മാത്രവുമല്ല, നിലവിൽ അവിടെ LDFിനാണ് വലിയ മുന്നേറ്റമുള്ളത്. പക്ഷേ രണ്ടിടത്ത് കരുനാഗപ്പള്ളിയും അതോടൊപ്പം തന്നെ കുണ്ടറയിലും മാത്രമാണ് UDFിന് അവിടെ സീറ്റുകളുള്ളത്. പക്ഷേ ഇത്തവണ UDFിൻ്റെ സീറ്റ് നില വർദ്ധിപ്പിക്കുമെന്ന് അവർ പറയുന്നു. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ 3 മന്ത്രിമാർ, ചിഞ്ചറാണിയുണ്ട്, KN ബാലഗോപാലുണ്ട്, KB ഗണേഷ് കുമാറുണ്ട്. 3 പേരും കടുത്ത മത്സരം നേരിടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. എന്താണ് കൊല്ലത്തെ ആകെയുള്ള ചിത്രം? ഈ അവസാന മണിക്കൂറുകളിലെ മുന്നണികളിൽ അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് അവർ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 മന്ത്രിമാർ ഇത്തവണ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയാണ് കൊല്ലത്തുള്ളത്. ചിഞ്ചുറാണി, KN ബാലഗോപാൽ, ഒപ്പം തന്നെ ഗണേഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ. പക്ഷേ ഇവർ 3 പേരും കടുത്ത മത്സരമാണ് ഇത്തവണ നേരിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഈ 3 മന്ത്രിമാരും ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ പരാജയത്തിലേക്ക് പോകുമോ, അതല്ലെങ്കിൽ വീണ്ടും വിജയിച്ച് മുന്നേറുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി കൊല്ലം ജില്ലയും ആകാംക്ഷയിലാണ്. ഏകദേശം 76.29% പോളിംഗ് ആണ് കൊല്ലം ജില്ലയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പുനലൂരായിരുന്നു, 71.02%. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല മണ്ഡലം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയാണ്. 78.82% പോളിംഗ് ആണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. ഏതായാലും 11 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഒക്കെ നടന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത്തവണ ഉണ്ടായത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കൊല്ലം ജില്ലയിൽ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFും ഒപ്പം തന്നെ LDFും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം നിയമസഭാ മണ്ഡലം. തൊട്ടടുത്ത ചവറ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ കൊല്ലം ഈ പറയുന്ന പോലെ ഷിബു ബേബിച്ചോടാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം ഏറെ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. അതിന് തൊട്ടടുത്തുള്ള മണ്ഡലമായ കുന്നത്തൂരും ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയും ഒക്കെ തന്നെ UDFിന് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ്. ഒപ്പം തന്നെയാണ് കിഴക്കൻ മേഖല, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം തുടങ്ങിയ മേഖലകളും ഈ പറയുന്ന UDFിലെ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5 സീറ്റുകൾ വരെ UDF നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസം UDFിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യം, കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമായിരുന്നു UDFിന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കൊല്ലത്ത് നിന്നും നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സീറ്റ് നില വർദ്ധിപ്പിച്ച് ഒരു 5-6 സീറ്റ് നിലകളിലേക്കൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷ UDF കേന്ദ്രങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് LDF പറയുന്നത്, എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ 9 സീറ്റുകളും ഇത്തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 11 സീറ്റുകളും നേടുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം LDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ആ ആത്മവിശ്വാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രകടമാകുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലേക്ക് കൊല്ലം ജില്ലയിലും സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് നടന്ന അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ അത് ഏറെ പ്രകടമായിരുന്നു എന്നുള്ള കാര്യങ്ങളും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ CPM കേന്ദ്രങ്ങളും ഒപ്പം തന്നെ CPI വൃത്തങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന സൂചനകളും അവർ ഒരു പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സൂചനകളും LDF വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണ്. ഒപ്പം തന്നെയാണ് UDFിൻ്റെ പ്രതീക്ഷകൾ അത് വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ അത് UDF കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം. അതായത് കൊല്ലം ജില്ലയിൽ കൂടുതൽ സീറ്റ് നേടുന്ന ഒരു മുന്നണി അത് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഇത്തവണ ഈ പറയുന്ന ഒരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ഏറെ പ്രതീക്ഷയാണ് UDFിനുള്ളത്. കൊല്ലത്തെ പല മണ്ഡലങ്ങളും ഇത്തവണ ഏകദേശം കൊല്ലം ഒപ്പം ഇരവിപുരം ഒപ്പം തന്നെയാണ് ചവറ, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, ഇരവിപുരം, കുണ്ടറ തുടങ്ങിയ മണ്ഡലങ്ങൾ അവർക്ക് ഉറച്ച സീറ്റുകൾ എന്ന് അവർ അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ മന്ത്രി KN ബാലഗോപാൽ മത്സരിച്ച കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ നിർത്തിക്കൊണ്ട് ഇത്തവണ UDF വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൊട്ടാരക്കരയും ഒപ്പം തന്നെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചാമക്കാലയെ നിർത്തിക്കൊണ്ട് UDF മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നു. ഒപ്പം തന്നെ ആണ് ഈ പറയുന്ന ചാത്തന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഈ മേഖലകളിലൊക്കെ തന്നെ UDF വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ LDF കേന്ദ്രങ്ങളിലാകട്ടെ ഈ സീറ്റുകൾ നിലനിർത്തണം, ഒപ്പം മന്ത്രിമാർക്ക് ഒരു പരാജയം സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലൊക്കെയാണ് അവർ ഉള്ളത്. പക്ഷേ അവർ
ഒരു ആത്മവിശ്വാസക്കുറവ് അവരുടെ വാക്കുകളിലൊക്കെ തന്നെ പ്രകടമാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മന്ത്രിമാരും ഒക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ പറയുന്ന കേന്ദ്രങ്ങളിലും അവരുടെ ഓഫീസ് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ആത്മവിശ്വാസം വളരെ കുറവാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF 5 മുതൽ 6 വരെ സീറ്റുകൾ നേടുമെന്നുള്ള ഒരു പ്രവചനം അവർ നടത്തുന്നു. ഒപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രവചനമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ 9 സീറ്റുകൾ, അതായത് കൊല്ലം ജില്ലയിൽ 2 സീറ്റുകൾ മാത്രമാണ് UDFന് കഴിഞ്ഞ തവണ നേടാനായത്. അത് കുണ്ടറയും ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയുമായിരുന്നു. ഈ 2 സീറ്റുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ നേടാം എന്ന ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കൊല്ലത്തെ 9 സീറ്റുകൾ, കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റുകളിൽ ഇത്തവണയും വിജയം ആവർത്തിക്കും എന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. എന്നാൽ NDA മുന്നണിക്കാകട്ടെ ചാത്തന്നൂർ മാത്രമാണ് ആകെ പ്രതീക്ഷ നൽകുന്നത്. ശരി സുധീഷ്, അതാണ് കൊല്ലത്ത് നിന്നുള്ള സമ്പൂർണ്ണ വിവരമാണ് സുധീഷ് നൽകിയത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള പോരാട്ടമാണ്. തെക്കൻ കേരളത്തിൽ, അതായത് കണ്ണൂർ ജില്ലയാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് പറയുമ്പോഴും കൊല്ലം ജില്ല എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയുള്ള ഒരു ജില്ല എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഇളക്കം ഈ അടിത്തറയ്ക്കുണ്ടായി. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും ജനം ചിന്തിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.